Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പ്ലാനിങ്ങോടെ ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പം കാശിക്കുട്ടൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു എന്തിനാടാ വാങ്ങിക്കുന്നത്, ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ തലേന്ന് പറഞ്ഞപ്പം അടുത്ത ദിവസം അവന് വേണ്ടിയിട്ട് അത് അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് ഓർത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഉണ്ടാക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് എണീച്ച് വന്നിട്ടൊക്കെ ഉള്ളൂ. അവളുടെ ഇരിപ്പൊക്കെ കണ്ടില്ലേ, ഉറക്കപ്പിച്ചാണേ. അപ്പോൾ അവളും കാശിക്കുട്ടനും എല്ലാം അച്ഛൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ ഏട്ടൻ ഇതൊക്കെ ചെയ്തു തുടങ്ങി. എൻ്റെ അടുത്ത് വേണ്ട അതൊക്കെ അരിയുന്നതൊക്കെ ഏട്ടൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പണി തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ തേങ്ങ തിരുമ്മലാണ് പണി. അപ്പം ഞാൻ അത് തിരുമ്മി സെറ്റാക്കി ഏട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കതിലും വലിയ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞാപ്പീനെ കുളിപ്പിച്ച് സെറ്റാക്കി. അപ്പോൾ ഇത് ഡെയിലി ഉള്ള അവളുടെ പണിയാണ് കേട്ടോ. അപ്പോൾ കുളിച്ച് മുടിയൊക്കെ കെട്ടി ഇങ്ങനെ അമ്മ ചെയ്യുന്നതൊക്കെ വന്ന് നിന്ന് തൊഴിലും ചന്ദനമൊക്കെ തൊടലും ഇതെന്നുള്ള സ്ഥിരം പരിപാടിയാണ്. കസേര എടുത്ത് അവിടെ ഇടുക, ഇതൊക്കെ തന്നെയാണ് ഡെയിലി ഉള്ള പരിപാടി കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് വെക്കും. രാവിലെ തന്നെ എണീച്ച് വിളക്കൊക്കെ കത്തിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പാട്ടൊക്കെ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ ആ പാട്ടിനനുസരിച്ചുള്ള ഈ ഡാൻസാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവൾ കാണിക്കുന്നതൊക്കെ. എന്തൊക്കെയൊക്കെ കാണിക്കും, നന്നായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 വയസ്സായി. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അവൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ നോക്കും. അപ്പോൾ ഗായ്സ് ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിനകത്തിട്ടാണ് കേട്ടോ അരി വേവിക്കുന്നത്. അതൊന്ന് വേവിച്ച് കഴിയുമ്പോൾ മാറ്റി വെക്കാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1.5 കിലോ അരിയുണ്ട്. കാരണം ഞങ്ങൾ 5 പേരുണ്ട്, നമുക്കൊരു ഫുൾ ഡേ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അരിഞ്ഞായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഗ്രേവിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവേ. അപ്പോൾ ഇവിടെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് തീ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇളക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ തീ കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നിർത്താണ്ട് തന്നെ അവിടെ തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ വാടി ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മീറ്റ് മസാലയാണ് കേട്ടോ ഇടുന്നത്. മീറ്റ് മസാല, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങ് വരട്ടി ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ അവിടെ വേറെ പണിയിലൊക്കെയാണ്, ഫുള്ള് ഇത് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയല്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഓടി വന്ന് എടുക്കുന്നതാണ്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഇട്ട് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ മാറി ഒരു ഡാർക്ക് കളറാവുന്നവരെ നല്ലപോലെ ഇളക്കണം കേട്ടോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇത് കുറച്ച് മുമ്പ് ആഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നമ്മളത് അരച്ച് വെച്ചിട്ടായിരുന്നു അത് വിട്ടുപോയി കേട്ടോ. ഇതെപ്പോൾ ആഡ് ചെയ്താലും ഫ്ലേവറൊക്കെ ഓക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൂടി ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് നല്ലപോലെ വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ബീഫ് കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഇതിനകത്ത് ഇട്ട് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ല. അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ബീഫ് നല്ലപോലെ വെന്താലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമുക്കിനി റൈസ്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കുറേശ്ശെ ഇട്ട് ഫുൾ കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ റൈസ് ഇട്ട് കുറേശ്ശെ ഗ്രേവി ഇട്ട് അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. ആ ഗ്രേവി അടിയിൽ തന്നെ അതിൻ്റെ മുകളിലോട്ട് മൊത്തം റൈസ് ഇട്ട് നമ്മൾ കവർ ചെയ്യാൻ പോവാണേ. അപ്പം നമ്മൾ ഏകദേശം ഫുൾ റൈസ് ഇവിടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കാശിക്കുട്ടൻ വെയിറ്റിംഗ് ആണ്, അവൻ നല്ല സ്മെല്ലൊക്കെ അടിച്ച് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അച്ഛൻ ഒരു നേരത്തേക്ക് അവൻ ചോദിച്ചപ്പോൾ ഒരു ഫുൾ ഡേക്കുള്ളത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി പൈനാപ്പിൾ എസൻസ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിലില്ല, അത് മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റൈസ് ഫുൾ ഇട്ട് കഴിയുമ്പോൾ നെയ്യ് നല്ലപോലെ ആഡ് ചെയ്യുക. പിന്നെ ഏട്ടൻ ഇവിടെ തേങ്ങ വറുത്തതിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുവാന്ന് എനിക്കറിയത്തില്ല. ഏട്ടൻ അതിന് വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് തേങ്ങ തിരുമിച്ചത്. അപ്പോൾ തേങ്ങ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പൈനാപ്പിളും പുതിനയിലയും മല്ലിയിലയും എല്ലാം അങ്ങ് ചറപറ വാരി എറിയുക. ഒന്നും നോക്കണ്ട, മൊത്തത്തിൽ അങ്ങ് അതിൻ്റെ മേലോട്ട് മിക്സ് ചെയ്യുക. പിന്നെ കാഷ്യൂം കിസ്മിസും എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മൾ നല്ലപോലെ ആവി ഏറ്റിട്ട് ഇപ്പോൾ തുറന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ വെച്ച് പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ തുറക്കുമ്പോൾ ഉള്ളൊരു ആവി ഇതൊന്നും ഇല്ല. അപ്പം ഇതിനി എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുളവാക്കും എന്നും പറഞ്ഞ് ഏട്ടൻ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് റൈസും മീറ്റും എല്ലാം കൂടെ കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അമ്മ വെജ് ആയതുകൊണ്ട് അമ്മയ്ക്ക് മുകളിൽ നിന്ന് കുറച്ച് റൈസ് നമ്മൾ ഒരു ദിവസത്തേക്കുള്ളത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പം അമ്മയ്ക്കുള്ളത് മാറ്റി വെക്കണം. അടിയിൽ നിന്നുള്ള നമ്മൾ ആ ഒരു ബീഫൊന്നും നമ്മൾ എടുക്കണില്ല. പകരം നമ്മൾ മുകളിലുള്ള റൈസ് മാത്രം ഇത് അമ്മയ്ക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അടിയിലത്തെ നമ്മുടെ ബീഫും എല്ലാം കൂടെ ഉള്ള റൈസ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത്
നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഏട്ടൻ തന്നെ എടുത്ത് തരുന്നത്. അപ്പം നമ്മളെ ബിരിയാണി ഇതാണ് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് നോക്കണം. ബിരിയാണിയുടെ കൂടെ സാലഡും പപ്പടവും. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് ഓരോ മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം അച്ചാറും എല്ലാം കൂടെ സെറ്റാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കൊള്ളത്തില്ല സോജു. ഞാൻ ഉണ്ടാക്കിയിരുന്ന തിന്നു ഞാൻ തിന്നു. അപ്പോൾ ഗായ്സ് ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഴിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. വേണ്ട വെറുതെ ഇളക്കാൻ പറയുന്ന കേട്ടോ, കൊള്ളത്തില്ല എന്നൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാശിക്കുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണല്ലോ ബിരിയാണി. കാരണം അവൻ ചുമ്മാ പെറുക്കി കഴിക്കുന്നുണ്ട്. കാരണം അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ പറയുന്നത് പുറത്തേക്ക് വാങ്ങിക്കുന്നതിനേക്കാളും കൊള്ളാം. അപ്പോൾ അച്ഛനും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു ദിവസം മൊത്തം കഴിക്കാനും ഇത് അടുത്ത ദിവസം ആവിയേറ്റ് എടുക്കാനും. അടുത്ത ദിവസം ആവിയേറ്റ് എടുത്തപ്പോഴായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിലേക്കാളും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും സംഭവം സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവർ കാണും. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളുടെ ചാനലും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. എല്ലാവരും ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. ടാറ്റാ.